തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ലോ കൊടുക്കേണ്ടതല്ലോ. അതെനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ ബിഗ് ബോസ് താരവും കൊല്ലം സുധിയുടെ ഭാര്യയുമായ രേണു സുധിയും ബിഷപ്പ് നോബൽ ഫിലിപ്പും തമ്മിലുള്ള വാക്കുപോര് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അന്തരിച്ച താരം കൊല്ലം സുധിയുടെ മക്കൾക്കായി നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പുമായി ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് വിവാദം ശക്തമായത്. കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായ രാഹുലിനും ഋതുലിനും ബിഷപ്പ് നോബൽ 7 സെന്റ് സ്ഥലം ദാനമായി നൽകിയിരുന്നു. ഇതിലൊരു സന്നദ്ധ സംഘടനയാണ് വീട് വെച്ച് നൽകിയത്. എന്നാൽ വീട് നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ചും ബിഷപ്പിനെക്കുറിച്ചും രേണു സുധി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പരാമർശങ്ങളാണ് ബിഷപ്പിനെ ദേഷ്യത്തിലേക്ക് എത്തിച്ചത്. ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ദാനമായി നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്നാണ് വക്കീൽ നോട്ടീസിലുള്ളത്. സ്ഥലം നൽകിയതിനെ തുടർന്ന് തനിക്ക് വലിയ രീതിയിലുള്ള പരിഹാസങ്ങളും സൈബർ അറ്റാക്കും നേരിടേണ്ടി വന്നതായും ബിഷപ്പ് പറയുന്നു. ആ സ്ഥലം എൻ്റെ പേരിലല്ല എന്നും സുധിച്ചേട്ടൻ്റെ മക്കളുടെ പേരിലാണ്. എനിക്ക് അവകാശമില്ലാത്തതിൻ്റെ സ്ഥലത്തിൻ്റെ പേരിൽ എന്തിനാണ് എനിക്ക് നോട്ടീസ് അയക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് രേണു സുധി ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കടത്തിണ്ണയിൽ കിടക്കില്ല. വാടകയ്ക്ക് താമസിക്കാനുള്ള ആസ്തി ഇന്നെനിക്കുണ്ട്. ബിഷപ്പ് തന്നോട് മോശമായി സംസാരിച്ചുവെന്നും അതിൻ്റെ ഫോൺ റെക്കോർഡുകൾ തൻ്റെ പക്കലുണ്ടെന്നും രേണുവും വാദിക്കുന്നുണ്ട്. സുധിയുടെ മൂത്തമകൻ കിച്ചു ഈ വിഷയത്തിൽ മിതത്വം പാലിച്ചാണ് സംസാരിച്ചത്. ബിഷപ്പിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വിവാദങ്ങൾ പരിഹരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കിച്ചു വ്യക്തമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് ഈ വിഷയം. നിയമപരമായി ഭൂമിയുടെ ആധാരം റദ്ദാക്കാൻ ബിഷപ്പിന് സാധിക്കും. അതോ രേണുസുധി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് കരുതാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.